സ്പോട്ട് ലൈവ് തുടരുകയാണ്. KSRTC ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ കോഴിക്കോട് സ്വദേശി സവാദ് വീണ്ടും അറസ്റ്റിലായി. ഈ മാസം 14-ന് മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. യുവതിയുടെ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസാണ് സവാദിനെ അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിൽ ഒളിവിൽ പോയ സവാദിനെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. മുൻപും KSRTC ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തി സവാദ് പിടിയിലായിരുന്നു. 2023-ൽ നെടുമ്പാശ്ശേരിയിൽ ബസ്സിലുണ്ടായ അതിക്രമത്തിൽ മോഡൽ നന്ദിത ശങ്കരയാണ് പരാതി നൽകിയത്. ഈ കേസിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സവാദിനെ മാലയിട്ട് സ്വീകരിച്ചത് വിവാദമായിരുന്നു. അന്ന് വലിയ തോതിലുള്ള അധിക്ഷേപമാണ് സമൂഹമാധ്യമങ്ങളിൽ നന്ദിത നേരിട്ടത്. ഒടുവിൽ നീതി ലഭിച്ചെന്ന് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ നന്ദിത പറഞ്ഞു. നവമി ദിനേശ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, സവാദിന് ഇത് മാനസിക രോഗം തന്നെയാണ് എന്ന് ഉറപ്പാക്കുന്നതാണ് വീണ്ടും ഒരു കേസിൽ കൂടി അറസ്റ്റിലായിട്ടുള്ള ഈ സംഭവം സൂചിപ്പിക്കുന്നത്. പിന്തുണയ്ക്കാൻ ഇക്കുറിയും ആളുകൾ എത്തുമോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ്. ഇയാൾ ഇതിനു മുൻപും ഈ സംഭവത്തിന് ശേഷം ഇതിനു മുൻപും മറ്റുള്ള സ്ത്രീകളെയൊക്കെ ആക്രമിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലൈംഗിക വൈകൃതം തീർത്തിട്ടുണ്ടാവാം. മറ്റൊരു പെൺകുട്ടി കൂടി പരാതി പറയാൻ, പ്രതികരിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് വേണമോ നമുക്ക് ഈ സംഭവം കാണുമ്പോൾ മനസ്സിലാക്കാൻ? മാനസിക വൈകൃതം തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ആദ്യത്തെ സംഭവത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. പക്ഷെ സവാദിനെ പിന്തുണയ്ക്കുന്നതിനു വേണ്ടിയും സവാദ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുന്നതിനു വേണ്ടിയും നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ തന്നെ രംഗത്തെത്തുന്നത് വലിയ തെറ്റായ സന്ദേശം തന്നെയാണ് നൽകുന്നത്. അതൊരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് ഈ ഒരു അറസ്റ്റോടുകൂടി. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു പരാതി തൃശൂർ ഈസ്റ്റ് പോലീസിന് ലഭിക്കുന്നത്. സവാദ് കേരളം വിട്ട് മുങ്ങിയിരുന്നു. പക്ഷെ പോലീസ് സവാദിനെ പിന്തുടരുകയും ഒടുവിൽ പിടികൂടുകയും ചെയ്തു. എന്തായാലും കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് സവാദിനെ. സമാനമായ 2023-ൽ എങ്ങനെയാണോ ബസ്സിൽ വെച്ച് യുവതിയോട് ലൈംഗിക അതിക്രമം കാണിക്കുകയോ അല്ലെങ്കിൽ ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും ചെയ്തത്, അതേ കുറ്റകൃത്യം തന്നെയാണ് സവാദ് വീണ്ടും ചെയ്തിരിക്കുന്നത്. നമ്മളോടൊപ്പം 2023-ൽ പരാതി നൽകിയ നന്ദിത ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അന്ന് നമുക്കെല്ലാം ഓർമ്മയുണ്ട്, നന്ദിതയ്ക്കെതിരെ വലിയ സൈബർ ആക്രമണം നേരിട്ടതാണ്. ഈ തനിക്ക് നേരെ ഉണ്ടായ തെറ്റ് അത് കാട്ടിയത് കൊണ്ട് വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നന്ദിത. പക്ഷെ അന്നും ഒരു സമൂഹം മുഴുവനും നന്ദിതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കൂടിയാണ്. നമുക്ക് നന്ദിതയോട് തന്നെ ചോദിക്കാം. വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്. വീണ്ടും അയാളെ പിടികൂടുന്നു. അന്ന് അയാൾക്ക് വേണ്ടി ഒപ്പം നിന്നത്, മാലയിട്ട് സ്വീകരിച്ചവരെല്ലാവരും അയാൾ വീണ്ടും കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ അയാൾക്കെതിരെ തിരിയുന്ന സാഹചര്യം. എന്താണ് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തോന്നിയത്? ഞാൻ വാർത്ത കേട്ടപ്പോൾ നല്ല ഇതുവരെ ഞാൻ നമ്പാണ്. ഐ ഡോണ്ട് നോ വെദർ ഞാൻ ചിരിക്കണമോ കരയണമോ അതോ ഞാൻ സമാധാനിക്കണോ, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ ഈ 3 കാര്യങ്ങളിലൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. കാരണം 2 years ഞാൻ വാട്ട് ഐ വെന്റ് ത്രൂ കുറച്ചധികം എക്സ്ട്രീം ആയിരുന്നു. എനിക്ക് പുറത്തു പോകാൻ പറ്റത്തില്ലായിരുന്നു, എനിക്ക് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. ഐ കുഡന്റ് പോസ്റ്റ് മൈ പിക്ചേഴ്സ്, ഐ കുഡന്റ് ഡു വാട്ട് ഐ ലവ്ഡ്, ബിക്കോസ് എല്ലാത്തിന്റെയും അടിയിൽ ദ കമന്റ്സ് വർ സൈബർ റേപ്പിംഗ് മീ. സോ ആ ഒരു ഇനീഷ്യൽ അസോൾട്ട് ഒന്നും അല്ലാണ്ടായി ഈ ഒരു പോയിന്റിൽ. ഇനീഷ്യലി ആ ഒരു വെറും ഒരു അസോൾട്ടായി. ഡിഡ്ന്റ് മാറ്റർ, ഇറ്റ് വാസ് 6 minutes, ബട്ട് 2 years വർത്ത് ഓഫ് abuses, harassment, bullying in every manner whatsoever, sexual ആയിക്കോട്ടെ മെന്റലി ആയിക്കോട്ടെ, എല്ലാം കഴിഞ്ഞതോടുകൂടെ എനിക്കിപ്പോ ഞാൻ റിയാലിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. ഐ എം ഹാപ്പി ഒരു സൈഡിൽ ദാറ്റ് ഐ കുഡ് prove my maybe innocence or something, but I do not understand why the victim had to prove her innocence when the law had to prove it for me, but that didn't happen. So അങ്ങനെ പോകുന്നു. ആ ഒരു സംഭവം കഴിഞ്ഞ് 2 വർഷം വേണ്ടി വന്നു. നന്ദിതയ്ക്ക് സ്വയം അതായത് ഒരു നീതി ലഭിച്ചു എന്ന് കരുതുന്നതിന് വേണ്ടി 2 വർഷം കാത്തിരിക്കും. നീതി ലഭിച്ചിട്ടില്ല. ഞാൻ വീണ്ടും പറയാം, ഞാൻ കുറച്ചായിട്ട് പറയുന്നു, ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്. I have not got justice. So it has delayed, it has ruined kore prospects of who I am as a being. ഞാൻ എങ്ങനെയാണ്, എന്റെ പേഴ്സണാലിറ്റി എന്താണ്, അതിൽ കുറെ ചേഞ്ചസ് വരുത്തിയ ഒരു ഇൻസിഡന്റ് ആണ്. ഈ കഴിഞ്ഞ 2 വർഷം കുറെ അധികം എന്നിൽ തന്നെ കുറെ മാറ്റങ്ങളും കുറെ കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ട്. സോ ഐ നീഡ് ടു ഫൈൻഡ് മൈ സെൽഫ് അഗൈൻ. വീണ്ടും ഞാൻ ഓക്കെ ആവണം. ഐ നീഡ് ടു അക്സെപ്റ്റ് ദാറ്റ് ഓക്കെ, ദിസ് ഇസ് ഓവർ നൗ. But I feel sorry for the victim. I feel sorry that I couldn't help her out. I feel sorry that Kerala enabled an abuser and waited for another victim. So
ഈ കേസിന്റെ അന്വേഷണം അത് ഏത് നിലയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്? അത് ലാസ്റ്റ് ടൈം ഞാൻ എവിടെയാണ് കംപ്ലൈന്റ് കൊടുത്തത് അവിടെ വിളിച്ചു ചോദിച്ചപ്പോ എനിക്ക് തന്ന ആൻസർ വാസ് കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഐ ഡു നോട്ട് നോ എനിത്തിങ് ഫർദർ. എനിക്ക് അതിന് മുന്നോട്ട് ഐ ഡോണ്ട് നോ എനിത്തിങ് മോർ. യെസ്. പിന്നെ പോലീസ് അറിയിക്കുകയോ ഒന്നും തന്നെ അന്ന് മൊഴി കൊടുത്തിരുന്നു? യെസ് 164 ചെയ്ത് കൊടുത്തിരുന്നു. ഇതേ സെയിം ഇൻസിഡന്റിന് 2 കേസായിരുന്നു. ഒരെണ്ണം വാസ് ഫോർ സവാദ് ആൻഡ് ദി അതർ വൺ വാസ് ഫോർ an online self-proclaimed detective, some guy in Qatar, Jamshir or something. അപ്പോ ആൾക്കും എതിരെയാണ് ഒരു കേസ് കൊടുത്തേക്കുന്നത്. സോ സവാദ് വെറുതെ വിട്ടാലും ഞാൻ ഇയാളെ വെറുതെ വിടില്ല. ബിക്കോസ് ഇയാളാണ് എല്ലാം വളച്ചൊടിച്ച് കഥകൾ ഉണ്ടാക്കി. ആൻഡ് ഹി ഹാസ് പോസ്റ്റഡ് ഒരു അപ്പോളജി പോസ്റ്റ് ഇന്നലെ ആളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഫോർ വാട്ട്. ഹി പുട്ട് 22 വീഡിയോസ് സ്ലട്ട് ഷേമിങ് മീ. 22 വീഡിയോസ് ആണ് അയാൾ ചെയ്തത്. എന്റെ ഓരോ പോസ്റ്റുകള്, എന്റെ സ്റ്റോറീസ്, എന്റെ ഷോർട്ട് ഫിലിമിലെ ക്ലിപ്പുകള് ഒക്കെ എടുത്തിട്ട് എല്ലാം തിരിച്ചും മറിച്ചും. ദാറ്റ് ഇസ് വാട്ട് ഹി ഡിഡ്. 22 വീഡിയോസ് വർത്ത് ഓഫ് ദാറ്റ്. സോ അന്ന് നന്ദിതയ്ക്ക് ഏറ്റ ആ ഒരു മുറിവ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം തുടർന്ന് പറഞ്ഞതിന് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ആക്രമണം നേരിട്ടിരുന്നു. അത് മാനസികമായി വലിയ രീതിയിൽ പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ 2 വർഷത്തോളം അതിന്റെ ഒക്കെ ഒരു വിക്ടിമായി തന്നെയാണ് നന്ദിത മുന്നോട്ട് വന്നിരുന്നത്. പക്ഷേ നമ്മൾ സമൂഹത്തിൽ അല്ലെങ്കിൽ നമുക്കെതിരെ ഒരു അനീതി നടക്കുമ്പോൾ അത് തുറന്നു പറയുന്ന സ്ത്രീകൾ എപ്പോഴും കുറ്റക്കാരാണ്. അത് നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ ഉദാഹരണമായി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു മാറേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയല്ലേ നന്ദിതയ്ക്ക് ഇപ്പോഴും തോന്നുന്നത്? കാരണം സവാദിനെ വീണ്ടും ഇതുപോലൊരു കേസിൽ പിടികൂടുമ്പോൾ മാത്രമാണ് നന്ദിതയ്ക്കൊരു പകുതിയെങ്കിലും ഒരു നീതി ലഭിച്ചു എന്ന് തോന്നുന്നത്. മാറേണ്ട സമയമായി. ഇതിനപ്പുറം ഞാനത് എലാബറേറ്റ് ചെയ്ത് അത് പറഞ്ഞിട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഓഫ് എനി യൂസ്. അടുത്ത വരുന്ന ജനറേഷൻ പോലും ഈ ഒരു ടോക്സിസിറ്റി മനസ്സിൽ പേരൻസ് കുത്തിവെച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. ലൈക്ക് ഞാൻ ബേസിക്കലി തുണിയുടെ ഇറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ഹേർഡ് മദേഴ്സ് സ്ലട്ട് ഷെയിം ദെയർ ഡോട്ടേഴ്സ്. നീ എന്താ ഇത്രയും കുഞ്ഞി തുണിയിട്ട് നടക്കുന്നതെന്ന്. ദാറ്റ് ജസ്റ്റ് അത് എനേബിൾ ചെയ്യുവാണ്. ദാറ്റ് ഇസ് എനേബിളിംഗ് ദ മദേഴ്സ്, ദ ബ്രദർ ടു ഡു ദാറ്റ് ടു ഹിസ് വൈഫ് ഓർ ഹിസ് ഡോട്ടർ, ഓർ ദ ഫാദർ ടു ഡു ദാറ്റ് ടു ഹിസ് സിസ്റ്റർ ഓർ ദെയർ കിഡ്സ്. ജനറേഷനിലായിട്ട് ഇറ്റ് ഇസ് എനേബിളിംഗ് പീപ്പിൾ ടു ബി ദിസ്, ബി സവാദ്സ്, ബി ജംഷീർസ്, ബി എനേബിളേഴ്സ്, ബി ഓൾ കേരള മെൻസ് അസോസിയേഷനുള്ള എല്ലാവരും. ഇതൊക്കെ എനേബിൾ ചെയ്യുന്നത് സൊസൈറ്റിയും വീടും തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഐ ഹാവ് സീൻ വീഡിയോസ് വേർ അമ്മ തൂത്ത് വരുമ്പോ അച്ഛൻ കാർപ്പറ്റ് പിടിച്ച് പൊക്കുന്നത് കണ്ട് മോനും കാർപ്പറ്റ് പിടിച്ച് പൊക്കി കൊടുക്കുന്നത്. ദാറ്റ് ഇസ് ഹൗ റെസ്പെക്ട് കംസ് ഇൻ. സോ ഈ ഭാര്യനെ തല്ലുന്നവന്മാരും മക്കളെ ഇടിക്കുന്നവന്മാരും മക്കളെ പീഡിപ്പിക്കുന്നവന്മാരും നാട്ടിലുള്ള എല്ലാവരും കയറി പിടിക്കുന്നവന്മാർക്കുമാണ് ഞാൻ ഈ റിയാക്ട് ചെയ്തതിൽ കുരു പൊട്ടിയേക്കുന്നതും പൊള്ളിയേക്കുന്നതും അതിൽ സങ്കടം. സോ ഇതിനെതിരെ റിയാക്ട് ചെയ്ത എനിക്കെതിരെ റിയാക്ട് ചെയ്ത് സവാദ് വിക്ടിമാണ്, ഞാൻ അബ്യൂസറിനാക്കി എല്ലാ വ്യക്തികളും അവരുടെ ഭാര്യമാരും മക്കളൊക്കെ ഇത് കാണുമ്പോൾ മനസ്സിലാക്കിക്കോളൂ, ഹി ഈസ് ലൈക്ക് ദാറ്റ്. സവാദിനെ പോലൊരു വ്യക്തിയാണ് ഈ സപ്പോർട്ട് ചെയ്തേക്കുന്നതും എനേബിൾ ചെയ്തേക്കുന്നതുമായിട്ടുള്ള ആൾക്കാർ. താങ്ക് യു. രേണുക, നന്ദിതയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. 2 വർഷം ആ കുട്ടി അനുഭവിച്ച മാനസിക സമ്മർദ്ദം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ തന്റെ പഴയ ചിത്രങ്ങളിൽ അത് വസ്ത്രത്തിന്റെ ഇറക്കം കുറഞ്ഞു, അതുകൊണ്ട് ഒരു പുരുഷൻ അങ്ങനെ കാണിക്കും, നീ അതിന് അർഹതയാണെന്ന തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ കമന്റുകൾ ഏറ്റുവാങ്ങി അതിന്റെ ഒരു മാനസിക സംഘർഷത്തിൽ കൂടി കടന്നു വന്ന നന്ദിതയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്.